എന്തായാലും ഒരുപാട് പ്ലാൻസ് സുപ്രീമിനുണ്ട്, തീർന്നിട്ടില്ല. കാരണം ഒരു പാതിയായിട്ടുള്ളൂ, ഇനി കുട്ടി സാറിൻ്റെ മറ്റൊരു പാതിയും കൂടി ഇവിടെ വരാനുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ വളരെ ചുരുക്കത്തിലാണെങ്കിലും വളരെ വിശദമായ രീതിയിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. കേരളത്തെ സ്നേഹിക്കുന്ന സോഷ്യൽ സർവീസ് ഉണ്ട്, പക്ഷേ അതെന്താണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയരുതെന്നാണ് പറയുന്നത്. ആ ഒരു പ്രിൻസിപ്പിൾ വെച്ച് നീങ്ങുന്ന ഒരു വ്യക്തിയാണ് ജോർജ് സണ്ണിക്കുട്ടി. ഞങ്ങളോടൊപ്പം ഇത്ര നേരം സഹകരിച്ചതിൽ സന്തോഷമുണ്ട്. അപ്പോൾ താങ്കളുടെ അനിയൻ്റെ കുറച്ച് വാക്കുകൾ കൂടി കേൾക്കാൻ നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി കുറച്ച് സമയം കൂടി ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ പറയാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് 2 വാക്ക് പറഞ്ഞതിന് ശേഷം. ഞങ്ങളുടെ ബോംബെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എല്ലാം തന്നിട്ടുണ്ട്. അധ്വാനിക്കാണെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിലും ആർക്കും രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളത് ഞങ്ങളുടെ ലൈഫിൽ കൂടി ഞങ്ങൾ പ്രൂവ് ചെയ്തു. നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാർക്കും ഇതേപോലുള്ള അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, അവസരങ്ങൾക്ക് വേണ്ടി വീട്ടിലിരുന്നാൽ പറ്റില്ല, ഇറങ്ങണം. ഇറങ്ങിയാൽ തീർച്ചയായിട്ടും അവസരങ്ങളുണ്ടാകും. അധ്വാനിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾ രക്ഷപ്പെടും. സുപ്രീം എഞ്ചിനീയറിംഗ് വർക്ക്സിൻ്റെ മറ്റൊരു സാരഥിയാണ് ബെന്നി ജോർജ് അല്ലേ? എന്തായാലും ഞാൻ പറയുന്നത് പ്രേക്ഷകർ ഒരുപാട് തവണ TV സ്ക്രീനിലൂടെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അത് മറന്നു കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സഹോദരന്മാർ പറയുന്നത് എന്തായാലും നിങ്ങളുടെ മനസ്സിൽ മായാതെ സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. എന്തായാലും ചേട്ടനുമായി ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. എന്തായാലും ഈ സഹോദര സ്നേഹങ്ങളുള്ളിടത്ത് വൻ വിജയങ്ങളാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൽ ആലുക്കാസ് എടുത്ത് നോക്കിയാലും, പിന്നീട് അവർ സെപ്പറേറ്റ് ആയിരുന്നെങ്കിൽ പിന്നെ പോപ്പി, അങ്ങനെ ഒരുമിച്ച് ഏറ്റവും ഇപ്പോൾ മുംബൈയിലിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അംബാനിയുടെയാണ്, അവർ വീണ്ടും കൂടി ചേർന്നിരിക്കാൻ. അപ്പോൾ നിങ്ങൾ തമ്മിൽ ചേർന്നതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അതെന്തായിരിക്കും? ഒരു ആത്മാർത്ഥത കൂടുതലായിരിക്കും എന്ന് തോന്നുന്നു. ഇപ്പോൾ സാധാരണ പുറത്തുള്ള പാർട്ട്നേഴ്സ് എന്നതിനേക്കാൾ ഉപരിയായി ഒരു ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ എന്താണ് അവിടെ വർക്കൗട്ട് ആവുന്നത്? തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ആ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, കുടുംബം തമ്മിലുള്ള ബന്ധം, അതാണ് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ വിജയം തോന്നുന്നു. അത് തന്നെയാണെന്ന് പറയാം. വിജയം തോന്നുന്നില്ല, അത് തന്നെയാണ്. പിന്നെ എപ്പോഴാണ് അനിയനും കൂടി ചേരാമെന്നുള്ളത്? ഞാൻ 89 ഡിസംബറിലാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുള്ളി ഞങ്ങൾ രണ്ടുപേരും കുറേ നാൾ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് വേറെ കമ്പനിയിൽ വർക്ക് ചെയ്തത്. അതിനുശേഷം അപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് അവിടെ തൊഴിലാളിയായിരുന്നു. ഇപ്പോൾ കുറേ തൊഴിലാളികൾ കൂടെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരോട് ചെയ്യുന്നത്, കാരണം ഒരു കാലഘട്ടത്തിൽ തൊഴിലാളിയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അവർക്കുള്ള സ്നേഹം കൊടുക്കുന്നത്? തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ വർക്ക് ഫോഴ്സാണ്. ഏതാണ്ട് 1200ഓളം ജോലിക്കാർ. അവരോട് കാണിക്കുന്ന സ്നേഹം, അവരോട് കാണിക്കുന്ന ആത്മാർത്ഥത, അത് അവർ തീർച്ചയായിട്ടും തിരിച്ചു തരുന്നു. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ ബെന്നി ജോർജ് നാട്ടിലാണല്ലോ പഠിച്ചത്, വളർന്നത്. പിന്നീട് ഇവിടെ എത്ര വർഷമായി? ഇപ്പോൾ ഇവിടെ 89 തൊട്ട് ഞാൻ ഇവിടെയുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് പോകാൻ കഴിച്ചത്? അതെ. അപ്പോൾ വീട്ടുകാർ അറേഞ്ച് ചെയ്ത മാരേജ് ആയിരുന്നു? അതെ, തീർച്ചയായിട്ടും. ആണ്. വൈഫിൻ്റെ പേര് എങ്ങനെയാണ്? വൈഫിൻ്റെ പേര് റെനി. എവിടെ നിന്ന് വരുന്നു? റെനിയുടെ വീട് കുറത്തിക്കാട് എന്ന് പറയും, മാവലിക്കര അടുത്ത് കുറത്തിക്കാട്. ശരി. മക്കള്? ഒരു മോൻ ബെഞ്ചോ ബി ജോർജ്, അവൻ്റെ പേര് 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അപ്പോൾ ചേട്ടൻ എപ്പോഴും സോഫ്റ്റ് ആണ് അല്ലേ സംസാരത്തിൽ തന്നെ? ഒരു പള്ളിയിൽ അച്ഛൻ സംസാരിക്കുന്ന പോലെയാണ് സംസാരിച്ചത്. അപ്പോൾ താങ്കളായിട്ട് സംസാരിക്കുമ്പോൾ എനിക്കൊരു മിലിറ്ററി ഓഫീസറിൻ്റെ ഒക്കെ അടുത്തിരിക്കുന്ന ഒരു അത്രയൊന്നും എനിക്ക് കമാൻഡിങ് പവർ ഇല്ലെങ്കിൽ തന്നെ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് അതിൻ്റെ ഒരു വിജയം വരുന്നത്. അത് നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നിങ്ങളുടെ സ്വഭാവം മാറ്റിയതാണ്, അല്ലെങ്കിൽ ജന്മനാ കിട്ടിയൊരു സ്വഭാവം ആയിരിക്കും? ഞാൻ കുറേ നാട്ടിൻപുറത്തുനിന്ന്, ഞാൻ ചാരുമൂട് എന്ന് പറയുന്ന ദേശത്തിൻ്റെ ശക്തിയാണ് ഒരുപക്ഷെ ഈ ബോംബെ വന്ന് എന്നെ ഞാനാക്കാൻ ഇത് ചെയ്തത്. അപ്പോൾ ഇവിടെ വന്ന് ബോംബെയിലെത്തി. അപ്പോൾ പഴയ കാലഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഹാർഡ് വർക്കിംഗ് മാറിക്കഴിഞ്ഞു. പഴയ സ്വഭാവങ്ങൾ തൻ്റെ ജോലിയിൽ ഉപയോഗം ചെയ്തു. അത് തീർച്ചയായിട്ടും ഞാനൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ ചെയ്തു തീർക്കണമെന്ന് വളരെ നിശ്ചയദാർഢ്യമുള്ള കൂട്ടത്തിലാണ്. ഇന്ന് അത് ഞങ്ങൾ രണ്ടുപേരും, ജ്യേഷ്ഠനും അനിയനും. ഒരുപക്ഷെ ഞാൻ അതിനകത്തിലോട്ട് പുറകോട്ട് പോവുകയാണെങ്കിൽ പുള്ളി പറയും, പുള്ളി അതിനെ പറഞ്ഞ് കറക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ പുള്ളി എന്തെങ്കിലും ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെൻറ്റ്, അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റ്, അതാണ് ഞങ്ങളെ നടത്തുന്നത്. ആർഗ്യുമെന്റ് നടക്കുന്നുണ്ടെങ്കിൽ ഫൈനൽ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ എത്തിച്ചേരാറുണ്ട്? പോസിറ്റീവായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ്. അതിനകത്ത് നെഗറ്റീവായിട്ട് യാതൊരു ഇത് അല്ല. എപ്പോഴും തർക്കങ്ങൾ, നല്ല കാര്യങ്ങൾക്കുള്ള തർക്കങ്ങൾ വിജയത്തിൽ കൊണ്ടെത്തിക്കുന്നു പറയുന്നത്. അപ്പോൾ ഇവിടെ ഇനി അടുത്ത ലക്ഷ്യം, അതായത് സുപ്രീമിന് ജ്യേഷ്ഠൻ പറഞ്ഞു ടൂറിസത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ടൂറിസം മേഖലയിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ ടൂറിസത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ, പൊളിറ്റിക്കൽ ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബെന്നി ജോർജ് അവിടെ ഒരു സാരഥ്യം ഏറ്റെടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അവിടെ വിജയിപ്പിക്കാൻ
ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒത്തിരിയും ഈ കാര്യങ്ങളിൽ സ്റ്റഡി ചെയ്തു, ഞാൻ ഒത്തിരിയും യാത്രയും ചെയ്തു. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തു. പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി ഞങ്ങൾ, ഹോട്ടലുകൾക്ക് വേണ്ടിയും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും. എറണാകുളത്തുണ്ട്, കൊച്ചിയിൽ കൊല്ലത്ത് നമ്മളൊരു ലാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്, അഷ്ടമുടിക്ക് അടുത്ത്. പക്ഷെ അവിടുത്തെ ഒരു ആറ്റിറ്റ്യൂഡ്, പബ്ലിക്കിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, എന്ത് ഇതാണെങ്കിൽ തന്നെയും എന്തെങ്കിലും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു കാര്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ നിരുത്സാഹപ്പെടുത്തണം, എങ്ങനെ അവരെ പാര വെക്കണം എന്നൊരു ചിന്താഗതിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക്. അവർക്ക് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് വേറെ ജോലികളൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ എന്നൊരു തോന്നൽ, പൊളിറ്റിക്സ് മാത്രമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് കൊണ്ടാണോ എന്നൊരു തോന്നൽ. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇപ്പോഴും ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാനൊരു തീവ്ര കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്ന് നാട്ടിലുണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ ഇത്രയും ലേബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇവിടെ ഈ ശമ്പളത്തിന്റെ പേരിലോ നാട്ടിൽ നടക്കുന്ന സമരങ്ങളുടെ? അവരുടെ ആവശ്യങ്ങളെല്ലാം വളരെ നന്നായിട്ട്, അത് തന്നെയല്ല ബാക്കിയുള്ള ആൾക്കാർ പേ ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ് നമ്മൾ പേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് പണി അന്വേഷിച്ച് വരികയും നമ്മളോട് സ്നേഹം കാണിക്കുകയും ചെയ്യുന്നത്. ഈ ലേബേഴ്സിന് വേണ്ടുന്ന അവർക്ക് റെഗുലറായിട്ടുള്ള ശമ്പളവും പിന്നെ മാക്സിമം ശമ്പളവും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വളരെ ലോയലായിരിക്കും കമ്പനി. ഇപ്പോൾ സന്തോഷകരമായ ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ച ഒരു നിമിഷം എപ്പോഴായിരുന്നു? ഞാൻ നാട്ടിൽ പോകുന്നു അന്നെല്ലാം വളരെ സന്തോഷമായിരിക്കും. ഞാൻ എല്ലാ ആഴ്ചയിലും ഞാൻ പോകാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ കൂട്ടുകാരോട്, എൻ്റെ വീട്ടുകാരോട്, അവരോട് കൂടിയിരിക്കുന്ന ഓരോ നിമിഷമായിരിക്കും എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള സമയം. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. തുറന്ന മനസ്സോടുകൂടി, അതായത് ഉള്ളിലൊന്നും വെക്കാതെ, ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും നല്ല ആൾക്കാരെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഉള്ളത് തുറന്നു കാണിക്കുക. വൈറ്റ് കോളറായിട്ട് ഇരിക്കുമ്പോഴും പറയുന്നത് പുറത്തുപോയി ലേബേഴ്സായിട്ട് അടുത്ത് ബന്ധം പുലർത്തുന്നു. അതുപോലെ തന്നെ എല്ലാ അഭിപ്രായങ്ങളും എന്തായിരുന്നു ഈ വ്യക്തി അത് തുറന്നു പറയാനും മടിക്കാത്ത താങ്കളെ പോലുള്ളവർ എന്തായാലും കേരളത്തിന് മുതൽക്കൂട്ടാണ്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ വളർച്ചയിൽ ആകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത സന്ദർഭത്തിലിരിക്കുമ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം. സ്നേഹമുള്ള പ്രേക്ഷകരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ആരെങ്കിലും വിദേശ മലയാളികളോ ആരെങ്കിലും ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്, അവരെ രണ്ട് കൈയും നീട്ടി അവർക്ക് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി കൊടുത്ത് അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഫ്രണ്ട്ലി സ്ഥലമാക്കി മാറ്റാൻ, മിനിമം നമ്മുടെ ടൂറിസം മേഖലയിലെങ്കിലും ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മേഖല ഉണ്ടാക്കിയെടുക്കാൻ സാധാരണക്കാരായ നമ്മുടെ നാട്ടുകാർ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി പ്രേക്ഷകർക്കുള്ള ചോദ്യത്തിനുള്ള സമയമായി. ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എവിടെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എവിടെയാണ്? ഞങ്ങൾ പറയുന്ന ഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.